രാവിലെ തന്നെ എനിക്കുള്ള ചോറ് വലിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പപ്പന്മാരൊക്കെ നല്ല പണിയിലാണ്. ഇതൊക്കെ വൃത്തിയാക്കി ഇടണ്ടേ. എന്താ അടിച്ചു വരലൊക്കെ കഴിഞ്ഞാ? പരിസരമൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കണം. നല്ലല്ലേ, നല്ല ആൾ കയറി വരുമ്പോൾ അത് ഇതുണ്ടാവുള്ളൂ. കണ്ടപ്പം തേതാണ്ടെന്ന് തിന്നണം. കണ്ടപ്പം രാവിലെ തന്നെ ബോറടിച്ചിട്ട് എന്തൊക്കെ കാണിക്കും. ആടുക എന്താ ആടണാവോ, വെറുതെ നിന്ന് ആടുക. പിള്ളേരൊക്കെ നല്ല പണിയില്ല. എന്തായി സെറ്റല്ലേ? കറിയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് ഇനി കഴുകി വൃത്തിയാക്കിയിടണം. മണ്ണൊക്കെ കൂട്ടണം. നല്ല കഴുകി നല്ല വൃത്തിയാക്കണം. വൃത്തിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു തൈ പോലും പൊടിയോ അഴുക്കോ അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം നിൽക്കാൻ. മാനേജർ രാവിലെ തന്നെ എന്തൊക്കെയോ കുന്തം പിടിക്കാൻ പോലെ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. മാനേജറെ അത് സുന്ദരനായിട്ടുണ്ട്. നമ്മടെ എവിടേക്കാ എന്താണോ? അത് ശരി, പോയി കറങ്ങിയിട്ട് വരും. ഇതേ ദാദുവിനെ കൊണ്ടുപോകാൻ വണ്ടി വന്നിട്ടുണ്ട്. ദാദു ഇന്ന് സ്കൂളിൽ പോകണില്ലാന്ന് തോന്നുന്നുണ്ട്. പിള്ളേരൊക്കെ നല്ല പണിയില്ല. കുറച്ച് വേസ്റ്റും കാര്യങ്ങളും കൂടെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിച്ചു മാറ്റി വൃത്തിയാക്കി ഇടാനുള്ള പ്ലാനിങ്ങിലാണ് പിള്ളേർ. സുന്ദര സാറില്ലല്ലോ, മുഖം കാണിക്കും ഞാൻ. വൃത്തിയാക്കിയിടാൻ പോവാ. ഇവിടെയൊക്കെ ചുറ്റും ഞങ്ങൾ പുല്ല് വയ്ക്കാൻ പോവാ. ഈ ഭാഗമൊക്കെ ഫുള്ള് പുല്ല്, എല്ലാ സ്ഥലവും പുല്ല്. അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പുല്ല് കട്ട് ചെയ്ത്. ലൈവല്ല ലൈവല്ല എടാ, നിക്കറൊക്കെ കാണണം. ആനക്കാര് നിക്കറൊക്കെ ടൗസറൊക്കെ കാണിച്ചിട്ട് വേണം നിൽക്കാൻ. മോഷണം പോയ നിക്കറ എനിക്ക് വയ്യ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ഞങ്ങൾ കഴുകണ സ്ഥലമാണ് കേട്ടോ. എൻ്റെ സുന്ദരന് പോകാനുള്ള വണ്ടി, ലോറി, ഫുൾ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ചകട വണ്ടിയൊന്നുമല്ല. വണ്ടി കാണണം, അതിനുള്ള വണ്ടിയുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. തമ്പുരാട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. വാര്യത്ത് ദേവീനന്ദൻ, ദേവീരഥം. ഇതങ്ങനെയാണ്. വണ്ടി അടിപൊളിയാണ്. വണ്ടി മറ്റേ വണ്ടി എന്നൊക്കെ ഞാൻ അങ്ങനെ ഒരു വണ്ടീനും കുറ്റം പറയല്ല. ഇപ്പം എല്ലാ വണ്ടി അടിപൊളിയാണ്. എന്നാലും നമ്മുടെ വണ്ടി ഒരു 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 ഉണ്ട്. ആന കയറി നിന്നാലും അനങ്ങില്ല. കടന്ന് അധികം കിടന്ന് ചാടുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് നമ്മുടെ വണ്ടി. ആക്കാക്ക നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. എപ്പോഴും കഴുകി വൃത്തിയാക്കി നല്ല സ്റ്റൈലാക്കി വേണം പുള്ളിനെ കയറ്റി നിർത്താൻ. തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പുറത്ത്. തീറ്റയൊക്കെ അവിടെ കിടക്കണേ. പിന്നെ ഇത് മൂത്രമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകാനുള്ള ഹോളുകളാണ് ഈ കാണുന്നതൊക്കെ. ഒരു രീതിക്ക് പോലും പുള്ളിക്ക് ബുദ്ധിമുട്ട് വരില്ല. കഴയൊക്കെ കണ്ടില്ലേ, നല്ല സ്ട്രോങ് കഴയാണ്.